സ്ക്രോൾ ചെയ്യില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. 3ൻ്റെയോ ഒമ്മിൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ 4ൻ്റെയും 8ൻ്റെയാണ്. കാരണം ഇത് തമ്മിൽ നല്ല സാമ്യതകളുണ്ട്. അതായത് 3ൻ്റെയും 9ൻ്റെയും നല്ല സാമ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂൾ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റത്തെ റൂൾ എന്താണ്? 4ൻ്റെ നോക്കുകയാണെങ്കിൽ അവസാനം 2 0 വന്നോ ആ സംഖ്യ എന്തായാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി 8ൻ്റെ നോക്കുകയാണെങ്കിലോ അവസാനം 3 0 വന്നോ ആ സംഖ്യ എന്തായാലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത റൂൾ നോക്കുകയാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരു ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കുക. അത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ അപ്പോൾ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 8ൻ്റെ കേസിലാണെങ്കിലോ ലാസ്റ്റത്തെ 3 ഡിജിറ്റ് എടുത്താൽ അത് 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ. ഇപ്പം എനിക്കൊരു ധാരണ കിട്ടിയിക്കില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എക്സാമ്പിൾ നോക്കി. ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ അപ്ലിക്കേഷനാണ്. എക്സാമ്പിൾ നോക്കി. ലാസ്റ്റത്തെ 2 സംഖ്യ എടുത്തു. 36 എന്താണ്? 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 9 4 36. ഓക്കെ, ഇനി ഇതേ സംഖ്യ നമുക്ക് എന്താക്കാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. ലാസ്റ്റത്തെ 3 സംഖ്യ എടുത്തു. 336 പറഞ്ഞാൽ 8ൻ്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഇതൊരു വലിയ സംഖ്യയാണ്. ഇത് കണ്ടുപിടിച്ചാലൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. 336നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 80 ആക്കി നമ്മൾ അസ്യൂം ചെയ്യുക. 80 ആക്കി അസ്യൂം ചെയ്യുമ്പോൾ ആ 0 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 4ൻ്റെ അതേമാതിരിയൊക്കെ. ഇപ്പോൾ ഇവിടെ 336, അതിൽ 33 33 വരുമ്പോൾ 4, അതായത് 4 × 8 32. 32 എഴുതുക. എന്നിട്ട് എന്താക്കുക? ആ മാറ്റി വെച്ച 0 എഴുതി കൊടുക്കുക. 320 അത് ഒഴിവാക്കി. ഈ 336 320 വർഷം നമുക്ക് എത്ര കിട്ടുന്നു? 16. ഓക്കെ, ഈ 16 എന്താണ്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ മതി. 16 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 × 8 16. മനസ്സിലായില്ലേ? ഇപ്പോൾ എത്ര സിമ്പിളായി. ഇത് എക്സാമ്പിളിൽ ഒരു സംഖ്യ തന്നു 3800. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നോക്കുക? അവസാനം 2 0 ആണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 8 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക? അവസാനം 3 0 അല്ല, അപ്പോൾ അങ്ങനെ പറ്റില്ല. ഇനി അടുത്ത ട്രിക്ക് നോക്കുക. അവസാനത്തെ 3 സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 800. 10 8 80 അപ്പോൾ 100 8 എന്താണ്? 800. ഓക്കെ, അടുത്ത് ഞാൻ അടുത്ത വലാക്കിൻ്റെ ഒരു വലിയൊരു സംഖ്യ നിൽക്കണ്. 3 6 3 2 3 5 4 3 2. ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ? 32 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 4 8 32 അത് പറ്റും. ഇനി എങ്ങനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക? 432. എങ്ങനെ 432 എത്ര 8 ഉണ്ട് നോക്കുക? ഒന്നുമില്ല. എങ്ങനെ? 43 എടുക്കുക. 43 43 5 8 40. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 32. 38 4 8 32. ഓക്കെ, അതും എന്താണ്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ചെറിയ ട്രിക്കാണ്, സിമ്പിൾ ട്രിക്ക്.